പ്രിയമുള്ളവരെ, ഇത് CR മഹേഷ് MLA കരുനാഗപ്പള്ളിയുടെ ജനഹൃദയത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് എഴുതി ചേർക്കപ്പെട്ട പേരാണ് CR മഹേഷിൻ്റേത്. 2016 ഇടതുപക്ഷത്തിൻ്റെ കള്ളപ്രചരണം കൊണ്ട് വളരെ നേരിയ ഭൂരിപക്ഷത്തിൽ തോറ്റപ്പോഴും 5 വർഷക്കാലം ആ തോറ്റ മണ്ഡലത്തിൽ സജീവമായി പ്രവർത്തിച്ചുകൊണ്ട് 2021 കേരളമാകെ അലയടിച്ച ഇടതുതരംഗത്തിനിടയിലും 30,000 എന്ന ചരിത്ര ഭൂരിപക്ഷത്തിന് വിജയിച്ചുകൊണ്ട് കേരളത്തിൻ്റെ നിയമസഭയിലേക്ക് കടന്നുപോയ CR മഹേഷ് 5 വർഷക്കാലം കരുനാഗപ്പള്ളിയുടെ ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു. തീരദേശ മണ്ഡലം കൂടിയായിട്ടുള്ള കരുനാഗപ്പള്ളിയുടെ സമഗ്ര വികസനത്തിനായിട്ട് നിരവധി പദ്ധതികൾ സർക്കാരിന് മുന്നിൽ സമർപ്പിച്ചപ്പോഴും തൻ്റെ MLA ഫണ്ട് പൂർണ്ണമായിട്ടും വിനിയോഗിക്കുകയും തീരദേശത്തെ പാവപ്പെട്ട ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനത്തിനും ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിനും പരമാവധി പ്രയത്നിച്ച ഒരു MLA. ചിലപ്പോൾ 2026 കേരളത്തിലെ UDF സ്ഥാനാർത്ഥികൾക്ക് ലഭിക്കുന്നതിൽ ഏറ്റവും വലിയ ചരിത്ര ഭൂരിപക്ഷം നേടുന്ന സ്ഥാനാർത്ഥി ഏതെന്ന് ചോദിച്ചാൽ അതിനൊരേ ഒരു ഉത്തരം മാത്രം, അത് ചിലപ്പോൾ CR മഹേഷ് ആയിരിക്കാം. മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയ സ്വഭാവം വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ കരുനാഗപ്പള്ളി ഒരു UDFൻ്റെ കോട്ടയോ കോൺഗ്രസിൻ്റെ കോട്ടയോ ഒന്നുമല്ല. എന്നാൽ CR മഹേഷ് എന്ന വ്യക്തിത്വത്തിൻ്റെ സജീവമായ ഇടപെടലുകൾ കൊണ്ട് പഞ്ചായത്തുകളൊന്നാകെ തൂത്തുവാരി കരുനാഗപ്പള്ളി മുനിസിപ്പാലിറ്റിയിലടക്കം UDFൻ്റെ മുന്നേറ്റം കഴിഞ്ഞ തദ്ദേശ സ്ഥാപന തിരഞ്ഞെടുപ്പുകളിൽ കാണാൻ സാധിച്ചു. CR മഹേഷ് MLAയുടെ ഭൂരിപക്ഷം നിങ്ങൾക്ക് പ്രവചിക്കാൻ കഴിയുമോ? പ്രിയമുള്ളവരെ, കരുനാഗപ്പള്ളിയുടെ ജനഹൃദയങ്ങൾ കീഴടക്കിയ കേരളത്തിൻ്റെ ജനനായകനായി മാറിയ CR മഹേഷിനെ ഇഷ്ടമുള്ളവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും CR മഹേഷ് MLAയുടെ പ്രവർത്തനങ്ങളെപ്പറ്റി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ. താങ്ക്